അടുത്തത്, യത്തീം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ മൂപ്പർക്ക് ഭയങ്കര താല്പര്യം. ഒരു യത്തീമിനെ സംരക്ഷിച്ചാൽ തന്നെ അയാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വർഗത്തിൽ ഇപ്രകാരം എന്നല്ലേ ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയാ. ഒരു യത്തീമിനെ നോക്കിയാൽ തന്നെ അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് യത്തീം മക്കളെ സംരക്ഷിക്കുന്ന ആളുടെ കൂലി എത്രയായിരിക്കും? കുറേ ആളുടെ ജീവിതം രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഈ ലോകത്ത് കിട്ടുന്ന വലിയ തൗഫീഖാണ്. ഇമാം ഷാറാനി റഹിമുള്ള തന്നെ അൽ അൻവാർ ഫി ആദാബി സുഹബത്തിൽ അഖിയാറിൽ പറയുന്നുണ്ട്, കല്യാണത്തിന് സഹായിക്കുക എന്നുള്ളത് വലിയ സ്വതക്കയാണ്. കാരണം എന്തുകൊണ്ട്? ഒരാണും പെണ്ണും കല്യാണം കഴിച്ചാലല്ലേ മക്കളുണ്ടാവുള്ളൂ. ലോകത്ത് ഏത് പണ്ഡിതൻ, ഏത് പ്രതിഭ, ഏത് വലിയ മഹാനും രൂപപ്പെടണമെങ്കിൽ, ജനിക്കണമെങ്കിൽ രണ്ടാൾ കല്യാണം കഴിക്കണ്ടേ? അപ്പൊ ലോകത്ത് ഏത് പ്രതിഭകളുണ്ടെങ്കിലും അവരുടെ ഒപ്പിയുമ്മയും കല്യാണം കഴിച്ചോണ്ടല്ലേ. അപ്പൊ കല്യാണത്തിന് സഹായിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വതക്കയായിട്ട് മഹാന്മാര് പരിചയപ്പെടുത്തുന്നത്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ഒരാളെ നമ്മൾ സഹായിക്കുമ്പോൾ നമ്മൾ അള്ളാഹു സഹായിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ച് നവവി ഇമാം റഹിമഹുള്ളയുടെ ശിഷ്യൻ പറയാ, ഒരാളെ സഹായിച്ചാൽ തന്നെ അള്ളാഹ് ഏറ്റെടുക്കുകയാണെങ്കിൽ അനേകായിരം ആൾക്കാരെ സഹായിക്കുന്നവരുടെ കൂലി എത്രയായിരിക്കും? വല്ലാഹു ഫീ ഔനിൽ അബ്ദ്. ഒരടിമ എപ്പോഴാണോ വേറൊരാളെ സഹായിക്കുന്നത് അപ്പോഴൊക്കെ അള്ളാഹ് അയാളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ഒരാളെ സഹായിച്ചാലാ പറയുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഒക്കെ കമ്മിറ്റി ഭാരവാഹികളുടെ കൂലി എത്ര? ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നൽകുന്നവരല്ലേ അവർ. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വീണ്ടും ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. ഒരാളെ കുറിച്ച് മക്കളോ ഭാര്യയോ ഭർത്താവോ പറയാണ്, ഏർലി വൈക്കപ്പ്, നേരത്തെ ഉണരും. ഒരാൾ മരിച്ചേ പിന്നെ നേരത്തെ ത്വാഹ തങ്ങൾ പൂക്കോട്ടൂര് ഓരുടെ ഉപ്പാനെ കുറിച്ച് പറഞ്ഞ പോലെ ഉപ്പ നേരത്തെ ഉണരും എന്ന് ഇങ്ങനെ നമ്മളെ കുറിച്ച് പറയും നമ്മളെ മക്കള്. കുറച്ച് മുന്നേ വരെയുള്ള തലമുറനെ കുറിച്ച് ഇപ്പോൾ ഉള്ള തലമുറ പറഞ്ഞിരുന്നു, ഉമ്മാമ 3:30 എണീക്കും. ഇമാം ഗസാലി റഹിമഹുള്ള പറയുന്നുണ്ട്, നീ ആരോട് തോറ്റാലും പൂവൻ കോഴീനോട് തോൽക്കരുത്. അങ്ങനല്ല, ഉസൈൻ ബോൾട്ടിനോടൊക്കെ ഓട്ട മത്സരം നടത്തിയിട്ട് തോറ്റാൽ പിന്നെ ഒപ്പിക്കാം. മൂപ്പര് പിന്നെ ലോക ചാമ്പ്യനാണ്, ഒളിമ്പിക്സിൽ പലവട്ടം വലിയ പോസ്റ്റുള്ള ആളാണ്, ശരി. പക്ഷെ കോഴിനോട് തോക്കരുത്. നീ എണീക്കുന്നതിന് മുമ്പേ കോഴി കൂവിയിട്ട് നാണില്ല മനുഷ്യ, നീ എന്തെന്നാണ്. കോഴിനോട് തോൽക്കരുത്. അല്ല മോനെ, നീ വേറെ ഏതെങ്കിലും ഒരാളോടാ തോറ്റിനെങ്കിൽ സഹിക്കുക, നീ കോഴിനോട് തോൽക്കരുത്. ഗസാലി ഇമാം റഹിമഹുള്ള അയ്യുഹൽ വലദിൽ പറയാ, കോഴിനോട് തോക്കരുത്. ഹോം ബാക്കിറൻ നിം ബാക്കിറ. ഏളി വൈക്കപ്പ്, ഏളി സ്ലീപ്പ്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. ശരിക്കും ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങിയാൽ നേരത്തെ എഴുന്നേൽക്കാൻ കഴിയുമെന്ന് ഷുവറാണ്. നമ്മളൊരു 10-10:30 എല്ലാം ആകുമ്പോഴേക്കും ഉറങ്ങി നോക്കി. ലാസ്റ്റ് സീൻ ടുഡേ 12:30 1:00 എന്നുള്ള ഇൻസ്റ്റാ വാട്സപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ ചെറുപ്പക്കാരെ 10 മണിയാകുമ്പോഴേക്കും ഉറങ്ങി നോക്കിയ മോനെ ഉറങ്ങി നോക്കിയേ. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഉറങ്ങണോന്ന് വിചാരിച്ചാൽ തന്നെ ഉറക്കം പോയിട്ടുണ്ടാവും, മതിയായിട്ടുണ്ടാവും. എങ്ങനെ ഉറക്കം വരില്ല. കാരണം 11 മണി, 12 മണി, 1 മണി, 2 മണി, 3 മണി, 4 മണി, 6 മണിക്ക് ഒരു 4:30 5 മണി തന്നെ കൂട്ടിക്കോ, പിന്നെ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. ഇത് നേരത്തെ ഉറങ്ങാത്തതുകൊണ്ടാണ് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തത്. നേരത്തെ എഴുന്നേൽക്കണം. എന്തൊരു ബർക്കത്താന്നറിയോ? സുബഹിന് മുന്നേ ഉള്ള സമയം അള്ളാഹുവിൻ്റെ പ്രത്യേകം മഗ്ഫിറത്തിൻ്റെ സമയമല്ലേ. ആ പാതിരാത്രി അള്ളാഹ് ചോദിക്കും, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും എന്നോട് പാപമോചനം തേടുന്നുണ്ടോ? ഞാനിതാ പുറത്തു തരാൻ റെഡിയാണ്. അങ്ങനെ അള്ളാഹ് നമ്മളോട് ചോദിക്കുമ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്ത് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പുതപ്പം കൂടി ഉറങ്ങിയാൽ നഷ്ടല്ലേ കൂട്ടുകാരെ? അല്ലേ? ചില സൂഫിയാക്കൾ പറയുന്നുണ്ട്, മരിക്കാതെ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹം തന്നെ തഹജ്ജുദ് നിസ്കാരം ഉള്ളതുകൊണ്ടാണ്. ആ തഹജ്ജുദ് ഉള്ളതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന തന്നെ. അബൂ സുലൈമാൻ ദറാനി റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നതാണ്, തഹജ്ജുദ് ഉള്ളതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന തന്നെ. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഉറക്കച്ചടവൊക്കെ പോകാൻ ആ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് ബെഡിൽ നിന്നൊന്ന് എണീച്ചിട്ട് ഒരു 6 സ്റ്റെപ്പ് നടന്നാൽ മതി. ബാത്റൂമിലെ നനവുള്ള ചെരുപ്പും പിന്നെ തണുപ്പുള്ള വെള്ളമൊക്കെ കൈക്കും കാലിലും തട്ടിയാൽ നമ്മൾ ഉറക്കു പോകും. ആ 6 സ്റ്റെപ്പ് നീ ഇപ്പം നടക്കുന്നോ അല്ല സിറാത്ത് പാലത്തിൽ 10,000 സ്റ്റെപ്പ് നടക്കുന്നോന്ന് നീ നിന്നോട് തന്നെ ഒന്ന് ചോദിച്ചിട്ട് ഹൃദയത്തിലേക്ക് ഒരു സെൽഫി എടുക്കുക. എന്നിട്ട് എന്താ പിക്ചർ വരുന്നതെന്ന് ഉത്തരം പറയുക. 6 സ്റ്റെപ്പ് ബാത്റൂമിലേക്ക് ഇപ്പോൾ ഉറക്കച്ചടവോടുകൂടി നടക്കുന്നോ അല്ല 10,000 സ്റ്റെപ്പ് നടക്കാനുള്ള ശക്തി നിന്റെ കാലിന് സിറാത്തു പാലത്തിലുണ്ടോ? ഇബ്നു സീരീൻ റളിയല്ലാഹുവിന്റെ പെങ്ങൾ ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കാരത്തിൽ മാത്രം 15 ജുസ് ഖുർആൻ ഓതും അത്രേ. റൂഹുൽ ബയാനിൽ കാണാം.
2 ദിവസത്തെ തഹജ്ജുദ് കൊണ്ട് മാത്രം ഒരു ഖത്മ് തീരും. ഉമ്മമാരെ, ആ കാലിൻ്റെ ആത്മീയ പവറത്രേ. ആ വിളക്കെങ്ങാനും റൂമിൽ നിന്ന് കെട്ടുപോയാൽ ചുമരുകൾ പ്രകാശിക്കും കറാമത്തായിട്ട്. കണ്ടോ? ഇബ്നു സീരീൻ തങ്ങളുടെ പെങ്ങൾ ഹഫ്സ ബീവിയുടെ റളിയല്ലാഹു അൻഹ അവരുടെ മഹത്വമാണ് ഈ പറയണത്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ സുബഹ നിസ്കാരം കഴിഞ്ഞ് തഹജ്ജുദും സുബഹിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വുളു എടുത്ത പോലെയാണ് കാണുക. എന്തേ? അള്ളാഹിനെ ഓർത്ത് കരഞ്ഞിട്ട് കണ്ണീരിങ്ങനെ ഉറ്റുന്നുണ്ടാകും. ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കിടന്ന ആൾക്കാർ വിചാരിക്കും മഴ പെയ്യുന്നുണ്ടോന്ന്. അല്ല, റാബിയത്ത് ബീവിയുടെ കണ്ണിൽ നിന്ന് വന്ന ആഖിറ ഓർത്തിട്ട് കരഞ്ഞ കണ്ണീരിന്റെ ഫലം. ഓ പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ മക്കളെ, ഇൻസ്റ്റയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും സ്നാപ്ചാറ്റിങ്ങിലും കാലം തീർക്കേണ്ട ആയുഷ്കാലമല്ല നമ്മുടേത്. റാബിയത്തു ഷാമിയ എന്ന മഹദിയെ ഒന്ന് പഠിച്ചു നോക്കൂ. റിയാഹുൽ ഖൈസി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ ഒന്ന് പഠിച്ചു നോക്കൂ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ നേരത്തെ തന്നെ ഖബർ റെഡിയാക്കി, ആയിരക്കണക്കിന് ഖത്മുകൾ ആ ഖബറിൽ ഇരുന്ന് ഓതിയിട്ട് റെഡിയാക്കിയ റൂം ബുക്കിംഗ് ആണ്. മരിക്കണതിന് മുമ്പ് തന്നെ സൂപ്പർ ഖബർ ബുക്ക് ചെയ്ത് ടിക്കറ്റ് കൺഫേം ചെയ്യുകയാണ്. ഞാൻ പോയി കിടക്കേണ്ട ഖബർ നേരത്തെ തന്നെ റെഡിയാക്കി സെറ്റാക്കുകയാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ. 30 ഹജ്ജ് ചെയ്ത മഹദി, അതിൽ 20 നടന്നിട്ട് ചെയ്തതാ. ആ കാലിന് സിറാത്തു പാലത്തിൽ കയറാൻ പേടി വേണോ? എന്തിനു പേടി? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലും ദുആ ചെയ്യിപ്പിക്കണമെങ്കിൽ നഫീസ ബീവിയുടെ പവർ അത്രേ. ഓതി തീർക്കാൻ ഖത്മുകളുണ്ട്, ചൊല്ലി തീർക്കാൻ ഔറാദുകളുണ്ട്. ആഖിറത്തിലേക്ക് നമ്മൾ നിർമ്മിച്ചു വെക്കണം, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിഞ്ഞുകൊണ്ടാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരുത്തത്തിലും നടത്തത്തിലും യാത്രയിലും കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സ്വഹാബിയാണ്. പിൽക്കാലക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹദീസുകൾ കൈമാറിയ വിശ്വപ്രസിദ്ധ സ്വഹാബി വര്യനാണ് സയ്യിദുന അസ്വഹാബിയുൽ ജലീൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എപ്പോൾ വുളു എടുത്താലും വുളുവിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാൻ. എപ്പോൾ വുളു മുറിഞ്ഞാലും ഉടനെ വുളു എടുക്കുന്ന മഹാൻ. എടുക്കുന്ന വുളുവെല്ലാം പൂർണ്ണമായി അദബുകൾ പാലിച്ച് കൈ കഴുകുമ്പോൾ തോള് വരെ കൈ നീട്ടി കഴുകുന്ന മിന്നാസാരിൽ വുളുഇന്റെ മഹാൻ. ആ മഹാന്റെ തസ്ബീഹ് മാലയിലെ മണികളുടെ എണ്ണം 2000 തസ്ബീഹ് മാലയുടെ പ്രാമാണികത വിശദീകരിക്കുന്ന ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹിയുടെ കിതാബിൽ ചരിത്രം കാണാം. എല്ലാ ദിവസവും 6 തവണ ആ തസ്ബീഹ് മാല കൊണ്ട് തസ്ബീഹ് ചൊല്ലും അത്രേ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. 6 × 2000 12000 തസ്ബീഹ് ചൊല്ലാതെ മഹാനവറുകൾ ഉറങ്ങാറില്ല. എന്തിനാണ് ഇത്രയും തസ്ബീഹ് ചൊല്ലുന്നതെന്ന് ചോദിച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, ഉസബ്ബിഹു ബിഖദ്രി ദംബി, എൻ്റെ തെറ്റിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. താഴ്മ. എന്ത് തെറ്റ്? അഹ്ലുസുഫത്തിന്റെ ലീഡർക്ക് എന്ത് തെറ്റ്? തിന്നാനില്ലാതെ ബോധം കെട്ട് വീണുപോയ ഒരു ജീവിതത്തിന് എന്ത് തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരുപ്പിലും നടത്തത്തിലും യാത്രയിലും പള്ളിയിലും കൂടെ നടന്ന ഒരു സ്വഹാബിക്ക് എന്ത് തെറ്റ്? എന്നിട്ടും താഴ്മയോടെയുള്ള വർത്താനം. ഉസബ്ബിഹു ബിഖദ്രി ദംബി. വഫാത്താവാനിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുകയാണ്. വെള്ളം നിറഞ്ഞ കണ്ണ്, ഒഴുകുന്ന കണ്ണുനീർ. അടുത്തുള്ള ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തിനു കരയണം? അതിന് മഹാന്റെ മറുപടി, സഫരി ത്വീലുൻ, ഇനി ഞാൻ ചെയ്യുന്ന യാത്ര നീണ്ട യാത്രയാണ്. വേഗത്തിൽ ലക്ഷ്യത്തിലെത്തില്ല. നീണ്ടകാലം ഖബറിൽ, വിചാരണ, സിറാത്തുപാലം, മീസാൻ, ഏടുകൾ കിട്ടേണ്ട ഘട്ടം. നീണ്ട ഒരു യാത്രക്കാണ് ഞാൻ റെഡിയാവുന്നത്. ഈ റൂഹ് പിരിയലോടുകൂടി എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. പക്ഷേ വസാദി ഖലീൽ, എൻ്റെ കയ്യിൽ കരുത്തു സ്വത്തൊന്നും ഇല്ലല്ലോ. 2 ദിവസത്തെ യാത്രക്ക് പോവുകയാണെങ്കിൽ ഒരു ചെറിയ ക്യാനിൽ വെള്ളവും കുറച്ച് അവലും അല്ലെങ്കിൽ 2 നേന്ത്രപ്പഴവും കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അജ്മീറിലേക്ക് പോകുന്ന മരുസാഗർ ട്രെയിനിൽ 1.5 ദിവസം ഒപ്പിക്കാം. 1 മാസത്തെ യാത്രക്ക് പോകുന്നയാൾ ഒരു ബോട്ടിൽ വെള്ളവും കയ്യിൽ തീരെ ക്യാഷും അക്കൗണ്ട് എംറ്റി ആണെങ്കിൽ എങ്ങനെയാ യാത്ര അയാൾ അതിജയിക്കുക? എൻ്റെ യാത്ര വലിയ യാത്രയാണ്. വസാദി ഖലീൽ, എൻ്റെ കയ്യിലൊന്നും കരുത്തു സ്വത്തില്ലല്ലോ എന്നതോർക്കുമ്പോൾ കരയാണ്. ഈ ചരിത്രത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലഗേജും ഹാൻഡ് ബാഗും ഫുള്ളായ മഹാന്മാര് കരയാണ്. കയ്യിൽ ലഗേജും ഹാൻഡ് ബാഗും പിടിക്കാൻ പോലും ഇല്ലാത്ത നമ്മൾ
ഇപ്പോഴും ചിരിച്ച് കളിക്കുകയാണല്ലോ കൂട്ടുകാരെ.